ഇനി നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ചൂടായപ്പോൾ കടുക് പൊട്ടിയ ശേഷം കറിവേപ്പിലയും മുളക് ഇട്ടു. അതിനുശേഷം ഒരു സവാള ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തു. നമ്മുടെ സവാള നല്ലോണം ഒന്ന് വഴണ്ടിയിടണം. അപ്പോൾ പെട്ടെന്ന് വഴണ്ടിയിടാനായിട്ട് നമുക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് കീറിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തക്കാളി കട്ട് ചെയ്തുകൂടി ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ തക്കാളിയെല്ലാം നല്ല വെന്തുടഞ്ഞ് കിട്ടണം. അതുപോലെ തന്നെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുകയും വേണം. അപ്പോൾ ഇവിടെ നല്ലോണം വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിനാവശ്യമായ മുളക് പൊടി കൂടി ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുത്തു. ഈ സമയം നമുക്ക് ഗ്രേവിക്ക് വേണ്ടി ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ